ഹലോ, 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന എമിഗ്രൻസിന് നോർക്കയുടെ ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള പദ്ധതി norkaroots.org എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം അതിനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ വെബ്സൈറ്റ് വഴി സ്വയം തൊഴിൽ സംരംഭങ്ങൾ അഥവാ മറ്റ് വ്യവസായ സംരംഭങ്ങൾ, കാർഷിക സംരംഭങ്ങൾ മറ്റും തുടങ്ങാൻ സാധിക്കും. ആ സംരംഭങ്ങൾ തുടങ്ങാൻ രജിസ്റ്റർ ചെയ്യേണ്ടവർ norkaroots.org എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലാണ് അവരുടെ അപേക്ഷ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിന് ചുരുങ്ങിയത് 2 വർഷമെങ്കിലും അവർ വിദേശത്ത് ജോലി ചെയ്തിരിക്കണം. ഒന്നുകിൽ വ്യക്തിപരമായിട്ട് അവർക്ക് സംരംഭം തുടങ്ങാം, അല്ലെങ്കിൽ മടങ്ങി വരുന്നവർ അവർ തന്നെ ഉണ്ടാക്കുന്ന സൊസൈറ്റികൾ, ട്രസ്റ്റുകളോ കമ്പനികളോ, മടങ്ങുന്ന എമിഗ്രൻസ് അങ്ങനെ സൊസൈറ്റി, ട്രസ്റ്റ്, കമ്പനി രൂപീകരിച്ച് അതിൻ്റെ പേരിലും പുതിയ സംരംഭം തുടങ്ങാൻ അപേക്ഷ കൊടുക്കാവുന്നതാണ്. തുടങ്ങാൻ സാധിക്കുന്ന സംരംഭങ്ങൾ എന്ന് പറയുന്നത് MSMEയിൽപ്പെട്ട സംരംഭങ്ങൾ, വ്യവസായങ്ങളോ സർവീസുകളോ, അതുകൂടാതെ കച്ചവട സംരംഭങ്ങൾ തുടങ്ങാം, കാർഷിക സംരംഭങ്ങൾ തുടങ്ങാം. സാധാരണ വ്യവസായ വകുപ്പിലെ കാർഷിക സംരംഭങ്ങൾ തുടങ്ങാൻ വ്യവസായ വകുപ്പിൽ നിന്ന് സഹായം ലഭിക്കുകയില്ല. എന്നാൽ നോർക്ക വഴി പ്രത്യേകിച്ച് ഈ കർഷക സംരംഭങ്ങളും കച്ചവട സംരംഭങ്ങളും ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുവഴി അപേക്ഷിക്കുന്നത് പ്രയോജനകരമായിരിക്കും. അപ്പോൾ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി അത് PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കൂടാതെ നിങ്ങളുടെ പാസ്പോർട്ട്, വിസ എന്നിവയും PDF ഫോർമാറ്റിൽ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ ആ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഈ പദ്ധതിയുടെ പേര് നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് എന്നാണ്. ഇതിനു വേണ്ടി നോർക്ക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ ബാങ്കുകളുമായിട്ടും കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനുമായിട്ടും, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, പണ്ടത്തെ ഭൂപണയ ബാങ്ക്, ആ ബാങ്കുമായിട്ടും, കേരള സ്റ്റേറ്റ് പ്രവാസി വെൽഫെയർ ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇതുമായിട്ടും കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാങ്കുകൾ അവരുടെ പദ്ധതിയിൽപ്പെടുത്തി അവരുടെ പലിശ വ്യവസ്ഥകളനുസരിച്ച് നിങ്ങൾക്ക് ലോൺ തരികയും ആ ലോണിന് നോർക്ക വഴി കേരള സർക്കാർ മൂലധന നിക്ഷേപത്തിന് 15% സബ്സിഡി നൽകുകയും, കുടിശ്ശികയില്ലാതെ ബാങ്ക് റീപേയ്മെൻറ്റ് നടത്തുന്നവർക്കെന്നാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടിശ്ശികയില്ലാതെ റീപേയ്മെൻറ്റ് നടത്തുന്നവർക്ക് 15% മൂലധന നിക്ഷേപ സബ്സിഡി നൽകുകയും, കൂടാതെ കൃത്യമായി അടയ്ക്കുന്നവർക്ക് 3% പലിശ സബ്സിഡി റിബേറ്റ് നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് അപേക്ഷിക്കാവുന്നത് പരമാവധി 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾക്കാണ്. പ്രവർത്തന സാധ്യതയുള്ള, ലാഭസാധ്യതയുള്ള പദ്ധതികൾക്ക് നോർക്കയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ സംരംഭങ്ങൾക്ക് ബാങ്ക് അവരുടെ പദ്ധതി പ്രകാരമുള്ള ലോൺ സാങ്ഷൻ ചെയ്യുകയും അതിന് പ്രകാരമുള്ള പലിശ ഈടാക്കുകയും ചെയ്യും. എന്നാൽ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് ഈ മൂലധന സബ്സിഡിയും 15% സബ്സിഡിയും പലിശയിലുള്ള 3% സബ്സിഡി ലഭിക്കുന്നതാണ്. എന്നാൽ കുടിശ്ശിക അഥവാ പെട്ടെന്ന് ഏതെങ്കിലും കാരണവശാൽ ചെറിയ കുടിശ്ശിക വന്നാൽ തന്നെയും ആ കുടിശ്ശിക ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഈ സബ്സിഡി ലഭിക്കുന്നതാണെന്നാണ് നോർക്കയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മടങ്ങി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വ്യവസായ സ്ഥാപനങ്ങളാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ നിങ്ങൾക്ക് വ്യവസായ വകുപ്പിൻ്റെ PMEGP പദ്ധതി വഴിയോ അല്ലെങ്കിൽ ESS പദ്ധതി വഴിയോ ഒക്കെ അപേക്ഷിക്കുന്നതായിരിക്കും ഒന്നുകൂടി മെച്ചം. എന്നാൽ അല്ലാതെയുള്ള അഗ്രികൾച്ചറൽ സ്ഥാപനങ്ങൾ, കാർഷിക സംരംഭങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, മറ്റ് സർവീസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സബ്സിഡി കിട്ടാൻ മറ്റ് അധിക സ്കീമുകളില്ലാത്തതുകൊണ്ട് ഇതുവഴി അപേക്ഷിച്ച്
ഇട്ടാൽ അതിനകത്ത് ലോണും സബ്സിഡിയും ലഭിക്കുന്നതായിരിക്കും, കൂടാതെ പലിശ സബ്സിഡി.